ശരിക്കും ഇപ്പോഴെന്തായി? എനിക്കറിയാമായിരുന്നു മനാഫിൻ്റെ ഈ സ്നേഹം കൊണ്ടുള്ള ഈ മെഴുകൽ കണ്ടപ്പോൾ അവസാനം ഇത്തരത്തിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ പരിസമാപ്തി ഉണ്ടാകുക എന്ന്. ഇതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുന്നേയുള്ള വീഡിയോയിൽ അദ്ദേഹത്തിനോട് ആരെങ്കിലും ഒന്ന് സൂചിപ്പിക്കട്ടെ എന്ന് കരുതി അത്തരത്തിൽ വീഡിയോ ചെയ്തത്. സ്നേഹപ്രകടനങ്ങൾക്കും സ്നേഹത്തലോടലിനും സ്നേഹപരിഗണനയ്ക്കും സ്നേഹത്തിൻ്റെ മറ്റ് ഭാവങ്ങൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനപ്പുറത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ പ്രകടനവും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ നാട് എൻ്റെ നാടിനടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ പറ്റി എനിക്കറിയാം. അവർ കൂട്ടുകുടുംബമാണ്. അവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നവരാണ്. കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങളും പരസ്പരം ഐക്യത്തോടു കൂടെ ചെയ്യുന്നതാണ്, പരസ്പരം കരുതലുള്ളതാണ്. അതെല്ലാം ശരിയാണ്. പക്ഷേ അന്യൻ്റെ കാര്യത്തിൽ മനാഫിന് അർജുൻ അനുജനാണെന്ന് മനാഫ് പറയുന്നു. മനാഫ് ഗ്രൂപ്പിൻ്റെ ലോറിയുടെ ഡ്രൈവറായ അർജുൻ വളരെ വിശ്വസ്തനും ജോലിയിൽ വളരെ സൂക്ഷ്മത പാലിക്കുന്നവനും ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ നഷ്ടം മനാഫിന് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ്. ഒരു കാര്യത്തിലുണ്ടായ ഒരു മാനസിക വിഭ്രാന്തിയും അതുപോലെ തന്നെ അർജുനനെ പോലെ ഇനി മറ്റൊരുത്തനെ എനിക്ക് കിട്ടുമോ എന്നുള്ള വ്യാകുലതയും ഇതെല്ലാം കൂടി കുഴഞ്ഞൊരു മാനസികാവസ്ഥയിലായിരുന്നു മനാഫിൻ്റെ ജീവിതം. ഈ സമയത്താണ് ശിരൂരിലേക്ക് അവർ പോകുന്നതും അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹവും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു കൊണ്ട് നിൽക്കുന്നതും ഇതിനേക്ക് അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ പോലീസുകാരുമായിട്ട് തർക്കിക്കുകയും അവിടുത്തെ ഭരണകർത്താക്കളെ കുറ്റം പറയുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് കാലം അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ തള്ളിപ്പോയി. അതിനുശേഷമാണ് പുഴയിലേക്ക് തെരച്ചിൽ വരികയും അദ്ദേഹം അവിടെ തന്നെ കൂടിക്കൊണ്ട് എല്ലാവരും കണ്ടതാണ്. മാസങ്ങളോളം അവിടെ തന്നെ നിന്നുകൊണ്ട് അർജുനന്റെ ബോഡി എടുക്കുന്നത് വരെ അവിടെ ഒരേ ഒരു ഇരിപ്പ് തന്നെ, സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവിടെ ലോറിയുടെ ക്യാബിൻ പൊങ്ങി വരുന്ന സമയത്ത് ഇദ്ദേഹം അലറി വിളിച്ച് പറയുന്നു അതിനകത്ത് എൻ്റെ അർജുനനുണ്ടെന്ന്. അത്രത്തോളം ഒരു ബന്ധത്തോടു കൂടെയായിരുന്ന ആത്മബന്ധം അവർ തമ്മിൽ അപ്പോഴേക്കും മരണത്തിന് ശേഷം കൂടുതൽ ഒരു ആത്മബന്ധം ഉണ്ടാവുകയുണ്ടായി. എല്ലാം ശരിയാണ്. അത് കഴിഞ്ഞു. ആ സമയത്തെല്ലാം മാനുഷികമായി കൊണ്ടുള്ള വികാര പ്രകടനം, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആ കൂട്ടുകുടുംബ വ്യവസ്ഥയും അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ എല്ലാം ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. എന്നാൽ അർജുനൻ്റെ ബോഡി കിട്ടി മറ്റ് കർമ്മങ്ങൾക്ക് ശേഷം കൊണ്ടുവരികയും ഇവരെല്ലാവരും വീട് സന്ദർശിക്കുകയും ആ സമയത്ത് തന്നെ ഈ പത്രമാധ്യമങ്ങൾ ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ പിറകിൽ കൂടിക്കൊണ്ട് ഒരുപാട് കുത്തി ചോദിക്കുമ്പോൾ ഇദ്ദേഹം വികാരഭരിതനായിട്ട് ഓരോ വാക്കുകൾ പറയുന്നത് പത്രക്കാർക്ക് ഒരു ചാകര പോലെ കിട്ടും പോലെ എല്ലാവരും അദ്ദേഹത്തെ കൊണ്ട് എന്തൊക്കെയോ അദ്ദേഹം വീണ്ടും വികാരത്തോടു കൂടെ ഇദ്ദേഹം പ്രതികരിക്കുന്നത് കേൾക്കാൻ വേണ്ടി പത്രക്കാർ മത്സരം കൂട്ടി. അതിനനുസരിച്ച് അങ്ങ് മനാഫ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ സമയത്താണ് അവർ വീട്ടിൽ പത്രക്കാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി മനാഫിനൊരു സൂചന കൊടുക്കുന്നത്. അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ കാഴ്ചപ്പാടിൽ ഈ മനാഫ് എന്ന് പറഞ്ഞാൽ ആ ലോറിയുടെ ഒരു മുതലാളി ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഈ മനാഫുമായി പ്രത്യേകിച്ച് ഒരു ആത്മബന്ധവുമില്ല. ആ വീട്ടുകാർ അങ്ങനെയാണ്. ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ വീട്ടിലുള്ള അവരുടെ സ്വഭാവത്തിനെ പറ്റി. ഞാൻ അർജുനെ തെരഞ്ഞിട്ട് കിട്ടാത്ത സമയത്ത് മിലിറ്ററിക്കാർ വന്ന സമയത്ത് അവരുടെ അമ്മയും സിസ്റ്ററും ഭാര്യയും എല്ലാം പ്രതികരിച്ച ഒരു വീഡിയോ അന്ന് ഞാൻ കുറേ മാസങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് വളരെ പക്വമായ കുടുംബം, വളരെ സൂക്ഷ്മതയോടുകൂടെ സംസാരിക്കുന്ന ഒരു കുടുംബം. പക്ഷേ ഇന്ത്യയുടെ മിലിറ്ററിയെ അന്ന് അവരുടെ അമ്മ കുറ്റം പറയുന്നത് കണ്ടു. പക്ഷെ അന്നത് ഗൗരവമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അത് ആ സമയത്തുള്ള ഒരു അമ്മയുടെ മാനസികമായിട്ടുള്ള ഒരു വ്യാകുലതയാണ് അവിടെ പറഞ്ഞത് എന്ന് നമ്മൾ പറഞ്ഞത് തള്ളിക്കളഞ്ഞു. പക്ഷേ അന്ന് തന്നെ അവർക്ക് ഒരു മകൻ പോയാലും ശരി, അവരുടെ ഒരു ആത്മാഭിമാനം, ആര് നഷ്ടപ്പെട്ടാലും ജീവിക്കുന്നവരുടെ ആത്മാഭിമാനം കളഞ്ഞു കുളിച്ചു കൊണ്ടുള്ള ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നില്ല. ഈ സമയത്താണ് അവരെല്ലാവരുടെയും സംസാരം കണ്ട, അവരുടെ എല്ലാവരുടെയും ചുറ്റുപാട് കണ്ട, അവരുടെ എല്ലാവരുടെ പെരുമാറ്റം കണ്ടാൽ നമുക്കറിയാം അർജുൻ്റെ അനുജൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും മറ്റുള്ള എല്ലാവരുടെയും ഒരു പ്രത്യേക ഒരു സ്റ്റാൻഡിങ്ങിലാണ് അവരുടെ സ്വഭാവം പോകുന്നത്. അത് അർജുനൻ നഷ്ടപ്പെട്ടെന്ന് കരുതി കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊരു കാല് പിടിക്കാനോ അതുപോലെ ഭിക്ഷയാചിക്കാനോ അവർക്ക് അതിനുള്ളൊരു ആവശ്യവുമില്ല. അത്തരം ഒരു കുടുംബമല്ല. അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ജനനമുണ്ടെങ്കിൽ മരണമുണ്ടെന്നും അത് ഉൾക്കൊള്ളണമെന്നും മനസ്സിൽ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ ജീവിക്കുമ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് ജീവിച്ചത്. അദ്ദേഹം പറയുന്നു 75,000 രൂപ വരെ ഞാൻ ശമ്പളം കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഉള്ളത് തന്നെയായിരിക്കാം. 40, 50, 60, 80, 1 ലക്ഷം വരെ വാങ്ങിക്കുന്ന ഡ്രൈവർമാർ ഈ ഫീൽഡിൽ ഈ മരത്തിൻ്റെ കർണാടകയിൽ പോയി മരം കൊണ്ടുവരുന്ന അവരുടെ ബത്തയും അതുമെല്ലാമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ അർജുനന് കൊടുത്ത ഇത്രയും കാശ് 75 50,000 കൂട്ട, ഈ 50,000 രൂപയും ആ വീട്ടിലേക്ക് വേണ്ടി തന്നെയാണ് ചെലവാക്കിയത്.
ഈ ഇത്രയും കാശ് ഒരു പക്ഷേ വീട് വെക്കാനോ അല്ലെങ്കിൽ ആ വീട്ടുകാർ തിന്ന് തീർക്കുകയോ ചെയ്തു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഈ അർജുനന് ബാങ്ക് ബാലൻസ് വേണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മറ്റ് ഭാര്യയോ മക്കളോ വേണം. അതേതായാലുമില്ല, ബാങ്ക് ബാലൻസ് എത്രത്തോളം ഉണ്ടെന്ന് വളരെ തുച്ഛമാണെന്നുള്ളതാണ് അറിയാം. ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അപ്പോൾ അദ്ദേഹം ഇത്രയും കാലം ആ പുരുഷായുസിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതെല്ലാം ആ കുടുംബത്തിന് വേണ്ടി തന്നെയാണ്. അവർ തിന്നു തീർത്തു, വീട് വെച്ചു, വിദ്യാഭ്യാസം നേടി, സർവ്വതും ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കാശ് കൂടെയാണ്. അതിനുശേഷമാണ് ഈ സിസ്റ്റർക്ക് ജോലി കിട്ടുന്നതും ഈ അളിയൻ വന്ന് ചേരുന്നതും അളിയൻ്റെ സമ്പാദ്യം ഈ വീട്ടിലേക്ക് കൊണ്ടുപോയി വരുന്നതും അല്ല. പക്ഷേ അർജുനനെ തള്ളി പറയാൻ ആ വീട്ടുകാർക്ക് ഒരിക്കലും കഴിയില്ല, അതിനവർ ശ്രമിക്കുന്നുമില്ല. പക്ഷേ ഈ അർജുനൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സ്നേഹം വാരി വിളമ്പിക്കൊണ്ട് അങ്ങ് മെഴുകിക്കൊണ്ട് ഈ മനാഫ് പിറകിൽ നടക്കുമ്പോൾ ആരായാലും അവർക്കൊരു ഒരു വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവും. ജീവിതത്തിൽ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാണ്. എവിടെ നോക്കിയാലും മനാഫിൻ്റെ സംഭാഷണം തന്നെ, എവിടെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ. ആ വീട്ടുകാർക്ക് മനാഫിനെ വേണ്ട എങ്കിലും അവർ പറയുന്നു എൻ്റെ കുടുംബമാണ്, അതെൻ്റെ പെങ്ങളാണ്, ആ പെങ്ങൾ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. മാത്രവുമല്ല മനാഫിൻ്റെ കുഞ്ഞിനെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു ഇദ്ദേഹം. കാരണം എനിക്ക് 3 മക്കളാണ്, 4 മക്കളാണ് ഇനി തൊട്ടെന്നെല്ലാം പറയുന്നു. എങ്ങോട്ടാണ് ഇദ്ദേഹം കയറി പോകുന്നത്? അതിനിടയ്ക്ക് ഒരു തങ്ങൾ ചെന്നിട്ട് അവിടെ കുട്ടിയെ താരാട്ട് പാടും. അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം. ഒരു തങ്ങൾ ചെന്നിട്ട് കുട്ടിയെ താരാട്ട് പാടി അവിടെ ഓർക്കുന്നത് അത് കുഞ്ഞിനോടുള്ള വാത്സല്യം. പക്ഷേ അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുകളുണ്ട്. അവർക്ക് പ്രത്യേകിച്ചും അവിടെ വന്ന മരുമകന്, ആ മകളുടെ ഭർത്താവ് ഒരു സംഘ് പരിവാർ അനുഭാവിയാണ്. RSS BJPയോട് കൂടെ ചേർന്ന് സഹകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അതിനോട് ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവിയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു തത്വശാസ്ത്രമുണ്ട്. അവർക്ക് ഈ RSSന് മുസ്ലിങ്ങളും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, അതായത് PR വർക്ക് ചെയ്യുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലുള്ള ഒറിജിനൽ ക്രിസ്ത്യൻസും ആണ് അവരുടെ ശത്രുക്കൾ എന്ന് അവർ വിശ്വസിക്കുന്നു. അതനുസരിച്ച് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു മതത്തിനും അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുവാനും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അതാണ് അവരും ചെയ്യുന്നത്. അവരെ കുറ്റം പറയാൻ ആർക്കും കഴിയില്ല. അവരുടെ തത്വശാസ്ത്രം അതാണ്. അതനുസരിച്ച് ഇത്തരത്തിൽ അത്തരത്തിലുള്ള ഒരു വിശ്വാസമുള്ള ഒരു വീട്ടിലേക്ക്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും കുറേ മുസ്ലിങ്ങളും കയറി ചെന്നുകൊണ്ട് അവിടെ ഒരുപാട് അവരുടെ ആധിക്യം അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ വർഗീയതയല്ല വിഷയം. അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് അവർ വിട്ടുകൊടുക്കണം. ഈ ഒരു മനാഫിൻ്റെ ലോറിയിൽ ഈ ഒരു അർജുനൻ ജോലി ചെയ്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ മനാഫ് പറയുന്നതോ മറ്റുള്ളവർ പറയുന്നതെല്ലാം അവർ കേൾക്കണമെന്ന് എന്താണ് നിർബന്ധമുള്ളത്? അങ്ങനെയൊന്നുമില്ല. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കും. ആരുടെ സഹായം അവർക്ക് വേണ്ടെന്ന് പറയുന്നു. ഒരു പക്ഷേ അവർക്ക് സഹായം വേണ്ടി വന്നേക്കാം അർജുനനെ കിട്ടിയിട്ടില്ലെങ്കിൽ. ഇപ്പോൾ അർജുനനെ കിട്ടുന്ന സമയത്ത് അവർക്ക് തക്കതായ ഭാര്യയ്ക്ക് നല്ല ജോലി ലഭിച്ചു. അതുപോലെ തന്നെ അവർക്ക് ഇനി ഇൻഷുറൻസിൻ്റെ വലിയൊരു സംഖ്യ കിട്ടും. ഈ മനാഫ് ഒരുപാട് കാശ് അതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി പോയി, ഒരുപാട് സ്വത്തുക്കൾ വിറ്റുകൊണ്ട് അതിന് ചിലവാക്കി. ഒരു പക്ഷേ അവർ കിട്ടുന്ന കാശിൽ നിന്ന് ഒരു പക്ഷേ മനാഫ് ഷെയർ ചോദിക്കുമോ എന്ന് വരെ ഭയപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അവർ മനാഫിനെ തഴഞ്ഞ് ആട്ടിയൊടുക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ മനാഫ് ഒരു വ്യക്തിക്ക് തന്നോട് മല്ലെന്ന് മനസ്സിലാക്കിയിട്ടു വീണ്ടും എൻ്റെ ചങ്കാണ്, കരളാണ്, ഹൃദയമാണെന്ന് പറഞ്ഞ് ഈ ഒട്ടാൻ പോകുന്ന ഈ മനാഫിന് ശരിക്കുമുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ശരിക്കുമുള്ള ഒരു പ്രശ്നം സംഭവിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെറുതായിട്ട് മാനസിക രോഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് ഇത്തരത്തിലുള്ള പൊതുജനങ്ങളുടെ ആ സ്നേഹവും വാത്സല്യവും ഇദ്ദേഹത്തിന് പൊക്കി കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനാഫിന് ഇനി വേണ്ടത് ട്രീറ്റ്മെൻ്റ് ആണ്. ഈ സ്നേഹം ഇത്രത്തോളം തള്ളി കൊണ്ടുപോകുന്നത് മനാഫിൻ്റെ മാനസിക രോഗത്തിൻ്റെ മറ്റൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് മനാഫിനെ സ്നേഹിക്കുന്ന അവരുടെ വീട്ടുകാർ അദ്ദേഹത്തിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. മനാഫിനെ അർജുനൻ്റെ വീട്ടുകാർക്ക് ആവശ്യമില്ല. അവർക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളോട് വെറുപ്പാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി വീണ്ടും അവിടെ ചെന്ന് മെഴുകാതെ നിങ്ങളുടെ വഴിക്ക് പോവുക. ഈ മനാഫിനെ വിറ്റുകൊണ്ട് ഈ അർജുനനെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഒരുപാട് എന്നെ പോലെ തന്നെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ കാര്യം സംസാരിച്ച് വീണ്ടും കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കൊല്ലത്തങ്ങാനുമാണ് തോന്നുന്നു ഒരു വ്യക്തി കടക്ക് പേരിട്ടിട്ടുണ്ട് അർജുനൻ എന്ന്. അതൊരു ടെക്നിക്കാണ്. അത് റഹീമിൻ്റെ പിരിവിൽ ഇറങ്ങിക്കൊണ്ട് ബോച്ചെ എത്തരത്തിലാണോ ബോച്ചെ ടീ അവിടെ എത്രത്തോളം പബ്ലിഷ് ചെയ്തത്, ഇതേ ഒരു ടെക്നിക്ക് മാത്രമാണ് ആ കടയ്ക്ക് പേരിട്ട മനുഷ്യൻ്റെ മനസ്സ്. അദ്ദേഹം ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യനെ എല്ലായിടത്തും പറഞ്ഞു. ആ ഒരു അർജുനനോടുള്ള സ്നേഹം ഈ കടയോടും ഇനി കാണും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ മനാഫ് ഇനി വാങ്ങുന്ന വണ്ടിക്ക് അർജുനൻ എന്ന് പേരിടുമെന്ന് പറഞ്ഞു. അത് പറ്റില്ലെന്ന് കുടുംബം പറഞ്ഞു. ഇത് 2 സ്ഥലത്തും പ്രശ്നമുണ്ട്. പറ്റില്ലെന്ന് പറയാൻ കുടുംബത്തിന് എത്രത്തോളം കഴിയും എന്ന് പറയാൻ കഴിയില്ല. മനാഫിനെ ഇത്തരത്തിൽ പേര് ഇടുമെന്ന് നിർബന്ധിച്ച് ഇടാൻ കഴിയുമോ എന്നും അറിയില്ല. അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. 2 വശത്തും 2 പേർക്കും സത്യമുണ്ട്. അതിലേതാണോ വിജയിക്കുക എന്ന് ഇന്ത്യൻ നിയമത്തിലെ കോടതി വിധിക്കും. പക്ഷേ ഇദ്ദേഹത്തിന് ഫസ്റ്റ് പേരിടുന്നതിൽ കുഴപ്പമില്ല. അവർ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും നിലയ്ക്ക് അത് ഇടാതെ ഇരിക്കാൻ കഴിയുമോ എന്ന് കോടതി
അപ്പോൾ ചിന്തിക്കും ആ സമയത്ത് പ്രത്യേകിച്ച് രജിസ്റ്റേർഡ് ചെയ്തൊരു പേരല്ല, അതുകൊണ്ട് തന്നെ ഈ അർജുനൻ്റെ പേരാണ് ഈ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുറേയെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് തട്ടി കൊണ്ടുപോകാം, പേര് മാറ്റേണ്ടി വരുമോ, ഒരു പരിധിവരെ ഒരു പക്ഷേ അതിനെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ആരുടെയും സ്വന്തമല്ല അർജുൻ എന്നുള്ളൊരു പേര്, ആരും രജിസ്റ്റേർഡ് അല്ല, അതുകൊണ്ട് ആർക്കും ഇടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിലേക്കൊന്നും ഈ മനാഫ് പോവേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് ഇത്രയും വികാരമാവേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമാണ്, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികമാണ്. രണ്ടാലൊന്നാണ്, അതായത് അദ്ദേഹം ഒരു യഥാർത്ഥ പാതയിലൂടെ അല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം മനാഫ് നല്ലവനാണ്. മനാഫ് ഇല്ല എങ്കിൽ ഇത്രയും പെട്ടെന്ന് ഈ അർജുനൻ്റെ ബോഡി കിട്ടുകയില്ല. ഈ ബോഡി കിട്ടിയിട്ടില്ല എങ്കിൽ ഈ വീട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ഇനി വരാൻ പോകുന്ന സാമ്പത്തിക സഹായവും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല എന്നുള്ളത് എല്ലാവർക്കും സത്യം എന്താണെന്ന് കേരളീയർക്കറിയാം. ഇനി അതുകൊണ്ട് തന്നെ ഈ മനാഫ് ഒരുപാട് പറഞ്ഞ് മെഴുകി അങ്ങ് വൃത്തികേടാക്കാതെ ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ മനാഫിന് കിട്ടുന്ന ആ സ്നേഹം അത് ജനങ്ങളുടെ മനസ്സിൽ നിന്നും പോവാതെ നിൽക്കും. അതുപോലെ തന്നെ അർജുനൻ്റെ കുടുംബത്തിനെ അടച്ചാക്ഷേപിക്കരുത്. അവരുടെ ഒരു വഴിയാണ് പറയുന്നത്. അവർക്കും മാന്യതയുണ്ട്, അവർക്ക് അവരുടേതായ ഈ മനാഫിൻ്റെ ഈ അർജുനൻ്റെ പേര് അർജുനൻ ഒന്നുമല്ലാതായി പോയി. ചിതയിൽ കിടന്നുകൊണ്ട് ചിതയുടെ പുക പോലും അവസാനിക്കുന്നതിന് മുന്നേ ഒന്നുമല്ലാത്ത രൂപത്തിൽ ഈ വിഷയത്തിലേക്ക് മാറിപ്പോവുകയാണ്. അർജുനൻ്റെ മരണം ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ മാർഗമായിക്കൊണ്ട് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വഴിയായിക്കൊണ്ട് അർജുനൻ്റെ മരണം ഇവിടെ കുറേ ആളുകൾ കൊണ്ടുവരുമ്പോൾ അത്തരത്തിൽ ഒരു മതസൗഹാർദ്ദം ഇല്ലാതാക്കുവാൻ വേണ്ടി കുറേ ടീം ശ്രമിക്കുന്നു എന്നുള്ളൊരു പാഠം. അതുപോലെ തന്നെ എത്ര സ്നേഹിച്ചാലും ശരി വ്യക്തിയോടുള്ള സ്നേഹം അത് എത്രത്തോളം പ്രകടിപ്പിക്കാം എന്നുള്ളൊരു പാഠം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി ആർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും ശരി, നമ്മളെ കൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടാലും ഏത് ലെവലിലാണെങ്കിലും ശരി, അവൻ കാരണമാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആയതെന്നോ എൻ്റെ വീട് കെട്ടിപ്പൊക്കിയതെന്നോ ഈ വാഹനങ്ങൾ ഉണ്ടായതെന്നോ ആരും ഒന്നും ചിന്തിക്കില്ല. ഏറ്റവും ശല്യം കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് ഒതുക്കിക്കൊണ്ട് ഒരു സൈഡിൽ നമ്മളെ ദഹിപ്പിക്കുകയും മറവ് ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ബാക്കിയുള്ള നമ്മളാൽ ജീവിതം കിട്ടി സുഖിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഇല്ലാത്ത രൂപത്തിൽ നമ്മെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഒതുക്കും. അതും ഈ മരണത്തിൽ നിന്ന് അദ്ദേഹത്തെ ദഹിപ്പിച്ച ആ ഭാഗം കണ്ടാൽ നമുക്കറിയാം ഒരു സൈഡിലാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇതെല്ലാം സമ്പാദിച്ച വ്യക്തിയാണ്, വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വീട്ടിൻ്റെ അറക്കകത്തിരിക്കട്ടെ, പൂമുഖത്തിരിക്കട്ടെ, ആരും ചിന്തിക്കില്ല. ഇതെല്ലാം ഓരോ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള പാഠങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ദയവായിട്ട് ഈ മനാഫിനോടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ മാനസിക അവസ്ഥ ഒന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അർജുനൻ അത് നിങ്ങളുടെ ലോറിയുടെ ഡ്രൈവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അപകടം സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുവാനോ മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനോ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തം മാത്രമാണ് നിങ്ങൾ നിർവഹിച്ചത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയനെ പോലെ കൊണ്ടുപോകുവാനോ അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വന്തം കുടുംബമായി കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനെ സ്വന്തം മകനായി ചേർത്ത് പിടിക്കാനോ അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വന്തം കുടുംബം, അമ്മ സ്വന്തം അമ്മ എന്നൊന്നും ചേർത്ത് പിടിക്കേണ്ട ഒരു കടമയും നിങ്ങൾക്കില്ലെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ മറ്റൊരാളുകളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ വെറും ഒരു മനുഷ്യൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിൽ സാമ്പത്തിക ലാഭം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് പബ്ലിസിറ്റിയാണോ ആഗ്രഹമെങ്കിൽ ഇപ്പോൾ ഏറ്റവും പബ്ലിസിറ്റിയുടെ ഏറ്റവും നല്ല ഉന്നത ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത് മനസ്സിലാക്കി ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇനി വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് മറ്റുള്ള സ്നേഹിക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് ഒരു വെറുപ്പ് സമ്പാദിക്കാതിരിക്കുക. എല്ലാവർക്കും എപ്പോഴും നന്മ മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.